പാവങ്ങളെ ശിക്ഷിക്കാൻ സർക്കാരിന്റെ ഫണ്ട് അടിച്ചുകൊണ്ട് പോയ പാവം പണക്കാരനുണ്ടോ? സർക്കാരിന്റെ കാശ് പോണേ തനിക്ക് എന്നാന്ന് ചോദിച്ചു. 5000 രൂപയ്ക്ക് മുകളിൽ സർക്കാരിന് നഷ്ടമുണ്ടാക്കിയാൽ വിജിലൻസിനും പോലീസിനും ഒരേപോലെ കേസെടുക്കാം. പക്ഷെ എന്നോട് നമസ്കാരം. ഈ കാണുന്ന പാടം കണ്ടോ? 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തില് ഇതുപോലെ പാടം തരിശായിട്ട് കിടന്നാൽ കൃഷി ഓഫീസർ ഈ കൃഷിഭൂമി തിരിച്ചു പിടിക്കണം എന്നുള്ളത്, ഈ ഭൂമി തിരിച്ചു പിടിച്ച് കൃഷി ചെയ്യണം എന്നതാണ് നിയമം. ആ നിയമം ഞാൻ വെറുതെ പറഞ്ഞല്ല, അങ്ങനെ ഒരു നിയമമുണ്ട്. നോട്ടീസ് ഇവിടെ പലർക്കും കിട്ടിയിട്ടുമുണ്ട്. അങ്ങനെ വില്ലേജ് ഓഫീസർ അല്ലെ കൃഷി ഓഫീസർ നോട്ടീസ് കൊടുത്ത അല്ലെ കേരളത്തിൽ കിട്ടിയെന്ന് അവകാശപ്പെട്ട ഒരേ ഒരാള് ആ ചേട്ടനായിരിക്കും. ആ ചേട്ടനോട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്ന ചേട്ടനായിരിക്കും ആദ്യമായിട്ട് കേരളത്തിൽ കൃഷി ഓഫീസർ ഒരു നോട്ടീസ് തന്ന് കൃഷി ചെയ്തില്ല അല്ലെ പാടം പിടിച്ചെടുക്കുവാണ് എന്ന് പറഞ്ഞ് നോട്ടീസ് തന്ന ആദ്യത്തെ എനിക്ക് തോന്നുന്ന ചേട്ടനായിരിക്കും തോന്നുന്നു. എന്റെ അറിവിൽ ഞാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു. അപ്പൊ ഇങ്ങനെ ഒരു നോട്ടീസ് തന്നു, ഇതെന്താണ് ശരിക്കും ഇതിന്റെ വാസ്തു? ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കോട്ടയം ജില്ലയിലെ മാഞ്ഞൂര് ഉറുപ്പന്തറയിലുള്ള മാഞ്ഞൂർ കൃഷിഭവനിന്റെ കീഴിലുള്ള ഒരു കർഷകനാണ്. അപ്പം 2021 കാലഘട്ടത്തില് അന്നത്തെ കൃഷി ഓഫീസർ ആയിരുന്ന സലിൻ പി ആർ എന്ന് പറഞ്ഞ വ്യക്തി തരിച്ചു കിടന്ന പാടങ്ങൾ കേരള തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം ഒന്നെങ്കിൽ ഉടമ തന്നെ കൃഷി ചെയ്യുകയോ അതല്ലെങ്കിൽ കൃഷിഭവൻ മുഖാന്തരം അവർ പിടിച്ചെടുത്ത് കാർഷിക ഗ്രൂപ്പുകളെ ലേലം മുഖാന്തരം ഏർപ്പെടുത്തും എന്നും പറഞ്ഞാണ് നമുക്ക് നോട്ടീസ് തന്നത്. അതും പ്രകാരം അവരെ നോട്ടീസ് കൈപ്പറ്റുകയും കൃഷിഭവൻ നേരിട്ടായതിനാൽ നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അതിനെ മൗന അനുമതി നൽകുകയും ചെയ്തു. ആദ്യം പ്രകാരം ഇവര് 21 കൃഷി ചെയ്യുകയും കൃഷി ചെയ്തതായി പറയപ്പെടുന്നു. കൃഷി ചെയ്യാൻ പറയപ്പെട്ട് നമ്മുടെ ഒരു ഷെഡും ഒരു മോട്ടോർ ഇരിക്കുന്ന ഒരു ഷെഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഇങ്ങനെയുള്ള പറയുന്നത് 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ 2008 ആക്ട് 28 വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിലും നിരീക്ഷിക്കുന്നതിലേക്കുമായി റൂൾ 5 പ്രകാരം ഒരു പ്രദേശിക നിരീക്ഷണ സമിതി മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ ഒരു യോഗം മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കോമളവല്ലി രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ 2021 സെപ്റ്റംബർ മാസം 20-ാം തീയതി 20/9/21 പഞ്ചായത്ത് കൗൺസിൽ ഹാളിൽ വെച്ച് കൂടുകയും 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അനുസരിച്ച് മാഞ്ഞൂർ പഞ്ചായത്തിൽ തരിശു കിടക്കുന്ന നെൽവയലുകളിൽ നെൽകൃഷി ചെയ്യുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു. മേൽസമിതിയുടെ 1-ാം നമ്പർ തീരുമാനം പ്രകാരം മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ തരിശായി കിടക്കുന്ന മുഴുവൻ നെൽവയലുകളും 2001-2002 വർഷത്തിൽ തന്നെ നെൽകൃഷി ആരംഭിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ആയതിനാൽ താങ്കളുടെ കൈവശത്തിലുള്ള പൈങ്ങോട് പാടശേഖരത്തിലെ 15 വർഷത്തിന്മേൽ കൃഷി ചെയ്യാതെ കിടന്ന നെൽവയൽ 1197 മുണ്ടകൻ നെൽകൃഷി ഈ വർഷം തന്നെ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഇതിനാൽ അറിയിക്കുന്നു. മേൽ വ്യവസ്ഥ പ്രകാരം താങ്കൾക്കോ താങ്കൾ ചുമതലപ്പെടുത്തുന്നവർക്കോ നെൽകൃഷി ചെയ്യാവുന്നതാകുന്നു. കൃഷിഭവൻ വഴി തരിശു നിലങ്ങൾ കൃഷി ചെയ്യുന്നതിന് ഹെക്ടർ ഒന്നിന് 35,000 രൂപയും നിലം ഉടമയ്ക്ക് 5,000 രൂപയും ലഭിക്കുന്നതാണ്. കൂടാതെ സൗജന്യ നെൽവിത്തും 75% സബ്സിഡിയിൽ ഹെക്ടറിന് 600 കിലോഗ്രാം കക്കയും കൂട്ടുകൂലിയും പ്രൊഡക്ഷൻ ബോണസും കർഷകന് ലഭ്യമാണ്. മാത്രവുമല്ല, ഉൽപ്പാദിപ്പിക്കുന്ന നെൽ സപ്ലൈകോ മുഖേന വിപണനം നടത്തുന്നതിനും കൃഷിഭവനിൽ നിന്ന് സഹായം ലഭ്യമാണ്. മാഞ്ഞൂർ കൃഷിഭവൻ മുഖേന മുൻ വർഷങ്ങളിൽ ലഭ്യമാക്കിയിട്ടുള്ള പെട്ടി, പാറ, മോട്ടോർ എന്നിവ കേടുപാടുകൾ പരിഹരിച്ച് നെൽകൃഷി ചെയ്യേണ്ടതും മേൽപ്പടി ആനുകൂല്യങ്ങൾ സ്വീകരിച്ച് സ്വന്തം മുതൽ മുടക്കിൽ പാടശേഖരത്തിൽ നെൽകൃഷി ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം നിലം ഉടമകളിൽ നിക്ഷിപ്തമാണ്. നിലം ഉടമയ്ക്കോ നിലം കൈവശത്തിലിരിക്കുന്നവർക്കോ മേൽപ്പടി പാടത്ത് നെൽകൃഷി ചെയ്യാൻ എന്തെങ്കിലും രീതിയിൽ തടസ്സമുണ്ടെന്നുള്ള പക്ഷം ആ വിവരം 10 ദിവസത്തിനകം കൃഷിഭവനിൽ വിവരം അറിയിക്കേണ്ടതും മറുപടി നൽകാത്തതിനു നെൽവയലിലെ അനുഭവക്കാരൻ അനുമതി നൽകിയതായി കരുതി മേൽപ്പടി നിലം 3 വർഷത്തെ കരാർ വ്യവസ്ഥയിൽ കർഷക ഗ്രൂപ്പുകളെ ഏൽപ്പിക്കുന്നതുമാണ്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാ ഇനി ചേട്ടൻ എന്താണ് ഇതിനകത്ത് പറയാനുള്ളത്? ചേട്ടൻ കൃഷി ചെയ്തതായിട്ട് അവർ പിടിച്ചെടുത്തോ? ഞങ്ങൾ കൃഷി ചെയ്തില്ല, അവർ പിടിച്ചെടുത്തു. അവർ പിടിച്ചെടുത്തതിന് നമുക്ക് കാണിച്ച് രേഖയൊന്നും തന്നില്ല. അവർ ചെയ്യുവാന്നും പറഞ്ഞു വന്നു. അപ്പം ഈ നിയമത്തിൽ പ്രകാരം
നെൽകൃഷി മാത്രമേ ചെയ്യാവുള്ളൂ, വേറെ ഒരു സാധനത്തിന് അവർക്ക് അവകാശമില്ലെന്ന് പ്രത്യേക ആ നിയമത്തിൽ പറയുന്നുണ്ട്. അത് അതിനുശേഷമാണ് ഞാൻ പഠിച്ചത്. അപ്പം അത് പ്രകാരം ഇവർ എന്നോട് വന്നു ഞങ്ങളുടെ ഷെഡിന്റെ താക്കോല് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഷെഡ് തരത്തില്ല, ഷെഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വ്യക്തമായ പാട്ടക്കരാർ എഴുതുക, വാടക ചീട്ട് എഴുതി വാടക തരിക. നീ അതല്ല വിലയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ചിട്ട് അതിന് മറുപടി പറയാം. നീ അതുമല്ല സർക്കാർ മുഖാന്തരം പിടിച്ചെടുക്കുവാണെങ്കിൽ ലെറ്റർ തന്നേര്, ഞാൻ മാറി തന്നേക്കാം. ഇത് മൂന്നും പറ്റത്തില്ല. എന്നോട് പറഞ്ഞു ഞാൻ പൊളിക്കുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞത് 2022 നവംബർ 30 പറയും. 1-ാം തീയതി രാവിലെ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോഴേക്കും താഴെ അറുത്ത് മാറ്റി അവരുടെ താഴെ ഇട്ട് പൂട്ടി. അതിന് പ്രകാരം ഞാൻ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ അന്ന് പരാതി കൊടുത്തു. പരാതി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പം അദ്ദേഹം അവിടെ എഴുതി കൊടുത്തിരിക്കുന്ന മറുപടി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് പുറകെ കൊടുത്തേക്കണ പരാതി, ഇത് പരാതിയാണ്. ഇതാണ് അദ്ദേഹം എഴുതി കൊടുത്തിരിക്കുന്നതാണ്. കുറവിലങ്ങാട് വില്ലേജിൽ കാളികാവ് കരയിൽ വാഴപ്പള്ളിൽ വീട്ടിൽ രാജപ്പൻ മൻ സലിൻ 49 പറയുന്നത്. അത് കൃഷി ഓഫീസറാണ്. ഞാൻ 2017 മുതൽ മാഞ്ഞൂർ കൃഷി ഓഫീസറായി ജോലി ചെയ്തു വരികയാണ്. 7 വർഷം തുടർച്ചയായിട്ട് ഒരു ഓഫീസിലിരുന്നു. അതെങ്ങനെയാണെന്ന് ദൈവത്തിന് അറിയാം. പിന്നെ മാഞ്ഞൂർ കൃഷിഭവന്റെ കീഴിൽ വരുന്ന പൈങ്ങോട് കള്ളിച്ചിറ കണ്ടാറ്റുകാവുമ്പടി പാടശേഖര സമിതി 576/90 ഇത് ഫേക്കാ. പരാതി പ്രകാരം ഈ പാടശേഖരത്തിലെ കൃഷി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മോട്ടോർ പുര സ്ഥലവുടമയായ ബിൻസൺ വർഗീസ് താഴിട്ട് പൂട്ടിയിരിക്കുന്നതായി കാണപ്പെട്ട് മാഞ്ഞൂർ പഞ്ചായത്തിലെ നിർവ്വഹണ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലെടുത്ത തീരുമാനപ്രകാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ബിജു കുണ്ടുകാലയും എന്നെയും കൃഷി ഓഫീസറായ എന്നെയും നെൽകൃഷി തടസ്സപ്പെടാതിരിക്കുന്നതിന് മോട്ടോർ പുര തുറന്നു കൊടുക്കുന്നതിന് ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സ്ഥലത്ത് ചെന്ന് നെൽകർഷകരുടെ മറ്റേ സാന്നിധ്യത്തിൽ മോട്ടോർ പുര താഴെ അറുത്തു മാറ്റി മോട്ടോർ പ്രവർത്തിക്കുന്നതിനുള്ള നടപടികൾ ചെയ്തിട്ടുള്ളതാണ്. ഈ മോട്ടോർ പുരയും പാടശേഖരവും 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം വിജ്ഞാപനം ചെയ്യപ്പെട്ടതാണ്. ഒരിക്കലും അങ്ങനെ ഒരു നിയമത്തിനകത്ത് മോട്ടോർ വേറെ ഒന്നും പറയുന്നില്ല, കൃഷി ചെയ്യാൻ മാത്രമേ റൈറ്റ് ഉള്ളൂ. ആയതിനാൽ മോട്ടോർ പുരയും പാടശേഖര സമിതിയുടെ ആസ്തിയാണ്. മോട്ടോർ നടത്തിപ്പ് കോട്ടയം പുഞ്ച സ്പെഷ്യൽ ഓഫീസർ ഡെപ്യൂട്ടി കളക്ടർ ലേലം ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. ഞാൻ അവരുടെ അവിടെ വിവരാവകാശം വെച്ചപ്പോൾ അവരെന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവർക്ക് മോട്ടോർ പുര ലേലം ചെയ്ത് കൊടുക്കുന്ന പണിയില്ല. അവർക്കെന്ന് പറഞ്ഞാൽ പമ്പിംഗ് ലേലം നടത്തി കഴിഞ്ഞാൽ പമ്പും മോട്ടറും ആയിട്ട് വന്ന് കോൺട്രാക്ടർ പണി ചെയ്ത് വെച്ച് കാശ് മേടിച്ചുകൊണ്ട് പോകണം. അത് തന്നെ ഫേക്ക് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ 2008 കേരള തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം ഉത്തമ വിശ്വാസത്തിൽ ചെയ്ത പ്രവൃത്തി സംസ്ഥാനത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനാണെന്ന് എന്നും പറഞ്ഞാണ് അയാൾ അവിടെ നിന്ന് കൈ കഴുകിപ്പോയി. ആയത് പ്രകാരം അതായത് സർക്കാർ നമ്മുടെ ഭൂമി ഏറ്റെടുത്ത് മോട്ടോർ വരെ എല്ലാം കൈയടക്കിയതാണല്ലോ. പിന്നെ ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഈ കൃഷി ഓഫീസർ വസ്തുതാവിരുദ്ധമായ മറുപടികൾ കൊടുത്ത് അങ്ങ് പോയി. അത് അയാൾ മാറി കഴിഞ്ഞപ്പോഴേക്കും അടുത്ത പുതിയ കൃഷി ഓഫീസർ വന്നപ്പോഴേക്കും പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു അറിവുമില്ല. അതായത് കർഷകരും സ്ഥലത്തിന്റെ ഉടമയായിട്ടുള്ള എഗ്രിമെന്റ് പ്രകാരമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അതും പ്രകാരം ഞാൻ എന്ത് വെച്ചാൽ ഹൈക്കോടതി ആ കേസ് സിവിൽ കോടതിയിൽ പോകാൻ പറഞ്ഞിട്ട് ഇതാക്കി. കാരണം വെച്ചാൽ ഇതിന് വാടകയെല്ലാം നമുക്ക് കിട്ടണമല്ലോ. അങ്ങനെ പോകാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നേരെ ഒരു വിവരാവകാശം വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവിടെ നിന്ന് കിട്ടുക എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥല ഉടമകളുടെ എല്ലാം കള്ളയൊപ്പിട്ട് ഇവര് പ്രമാണങ്ങൾ ഉണ്ടാക്കി. സ്ഥലം ഒന്ന് എന്റെ അമ്മയാണ്, രണ്ടാമത് എന്റെ ചേട്ടനാണ്, മൂന്നാമത് എന്റെ ചിറ്റപ്പന്റെയാണ്. ഇങ്ങനെ 3 പേരുടെയും ചേട്ടനൊക്കെ ഇവിടെ ഉണ്ടോ? എല്ലാവരും ഇവിടെ ഉണ്ട്. അമ്മ 78-80 വയസ്സാണ്, പ്രായമായതാണ്. ചേട്ടൻ ഇവിടെ ഒരു പണി ചെയ്തിരിക്കുന്നത് പുള്ളി ഇന്ന് വരുന്നില്ല. ആവശ്യമെങ്കിൽ പുള്ളിയും വരുന്നതായിരിക്കും. അപ്പൊ ഇതാണ് ഇതിനകത്തെ അവസ്ഥ. കള്ളയൊപ്പിട്ട് എല്ലാവരുടെയും ഫണ്ട് തിരിമറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. ചേട്ടന്റെ ഒപ്പ് യാതൊരു സാമ്യവും ഇല്ല. ചിറ്റപ്പൻ 40 വർഷമായിട്ട് വിദേശത്താ. അദ്ദേഹം ഈ സമയങ്ങളിലൊന്നും ഇവിടെ വന്നിട്ടില്ല. 2023 വരുന്നത്. ഇതോ ഒപ്പിട്ടിട്ട് ഞാൻ വിവരാവകാശം വെച്ചതാണ്. അതേ പ്രകാരം പുതിയ കൃഷി ഓഫീസർ എനിക്ക് മറുപടി തന്നെ. പഴയ കൃഷി ഓഫീസർ നമ്മളായിട്ട് മറുപടി തരാതെ അപ്പീൽ അതോറിറ്റിക്ക് പോകും, വിവരാവകാശ കമ്മീഷൻ അടുത്തേക്ക് പോകും, മറുപടി തരത്തില്ല. ഇതാണ് ഒന്ന്. ഏലിയാമ്മ എന്റെ അമ്മയുടെ ഒപ്പം അല്ല ഇത്. അതുപോലെ ഈ അനീഷ് PM എന്ന് പറഞ്ഞ ആള് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് പോലും ഇയാൾ വരുന്നില്ല. കൃഷി ഓഫീസറാണ് വന്ന് കാര്യങ്ങളെല്ലാം പറയുന്നത്. അനീഷ് PM എന്ന് പറഞ്ഞത് ഏലിയാമ്മ എന്ന് പറഞ്ഞത് ഇത് അമ്മയുടെ പേരുള്ള സ്ഥലത്ത്. ഇത് ഏത് വർഷത്തെ? ഇത് 2021. അത് അതിനകത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. മാഞ്ഞൂർ വില്ലയിൽ 670 ഇത് 2 സർവേ നമ്പറാണ്. ഏക്കർ പാടം നെൽകൃഷി ചെയ്യുന്നതിന് 36 മാസത്തേക്ക് താഴെ പറയുന്ന വ്യവസ്ഥകൾ വിധേയമായി കൃഷിക്ക് വിട്ടു തന്നിരിക്കുന്നു. അതായത് നമ്മൾ അവർക്ക് കൊടുത്തിരിക്കുന്ന എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന വ്യാജൻ. അപ്പം അത് കഴിഞ്ഞ് അങ്ങനെയാണെങ്കിൽ പോലും 5000 രൂപ വെച്ച് മാസം കിട്ടണമല്ലോ. മാസമല്ല, വർഷം. ഒരു ഹെക്ടറിന്. അതെ. അതുകൂടാതെ അടുത്തത് അവർ കാണിച്ചേക്കണ എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ അന്വേഷിച്ച് വരുവാന്ന് കണ്ടപ്പോഴേക്കും അടുത്ത വർഷം പുതിയ എഗ്രിമെന്റ് ഉണ്ടാക്കി. 36 മാസത്തേക്ക് എഗ്രിമെന്റ് ഉണ്ടാക്കിയത് 12 മാസം കഴിഞ്ഞപ്പോഴേക്കും അടുത്ത 12 മാസത്തേക്ക് വീണ്ടും എഗ്രിമെന്റ് ഉണ്ടാക്കി. അതോടുകൂടിയാണ് ഇത് തട്ടിപ്പാന്ന് നമുക്ക് മനസ്സിലായത്, ഫണ്ട് തിരിമറിക്ക് വേണ്ടിയിട്ട്.
ഇത് ശ്രദ്ധിച്ചാൽ അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഒന്നാം സാക്ഷി അനീഷായല്ലോ അപ്പൊ അതിന് ഇതിനകത്ത് ഒന്നാം കക്ഷി ഏലിയാമ്മ, രണ്ടാം കക്ഷി അനീഷ്. ഇതിനകത്ത് ഒന്നാം കക്ഷി രണ്ടാം കക്ഷി അനീഷ്. പാടശേഖര സമിതി പ്രസിഡന്റായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഇതിന്റെ വിവരാശം വെച്ചെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ. പിടിക്കപ്പെടുമെന്നായപ്പോ പേടിച്ചിട്ടുണ്ടാക്കിയേക്കണ പുതിയ എഗ്രിമെന്റ്. അതായത് 22-ല് 21 36 മാസത്തേക്ക് എഗ്രിമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 23 അവസാനം അതായത് 24 ആ എഗ്രിമെന്റ് തീരുള്ളൂ. ആ എഗ്രിമെന്റ് നിൽക്കെ അടുത്ത എഗ്രിമെന്റ് ഉണ്ടാക്കി. അത് പാടശേഖര സമിതിയുടെ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ ഒരാളും അനീഷ് എന്ന് പറഞ്ഞ അനീഷ് എന്ന് പറഞ്ഞ ആൾ വെളിച്ചത്ത് വരത്തില്ല. അപ്പൊ ഇത് അങ്ങനെ ഒരെണ്ണം. അടുത്തതെന്ന് പറഞ്ഞാല് താൽക്കാലിക കർഷകർ നൽകുന്ന സത്യവാങ്മൂലം. അതെ. ഇതിനകത്താണോ ഈ പറയുന്നത് മറ്റേ ഇല്ല വല്യച്ഛന്റെ ചേട്ടന്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ 697 3 എന്ന് പറഞ്ഞ എന്റെ ചേട്ടന്റെ സ്ഥലം. ഈ 670 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അപ്പന്റെ അനിയന്റെ സ്ഥലമാണ്. ഈ ഇദ്ദേഹമാണ് ഒരു 43 വർഷം 42 വർഷമായിട്ട് വിദേശത്താണ്. അദ്ദേഹത്തിന്റെ അവിടെ ഒപ്പിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് അറിയാൻ പാടില്ലാത്ത മാത്യു വർഗീസും മത്തായി ഉണ്ട്, മാത്യു വർഗീസും ഉണ്ട്. അതറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇവർ അതും കൂടി എഴുതി ചേർന്നു. മത്തായി മകൻ മാത്യു ഉണ്ട്, വർഗീസ് മകൻ മാത്യു ഉണ്ട്. അത് ഇവർക്ക് കട്ടപ്പളയ്ക്കും പിടിക്കപ്പെടാൻ പറ്റിയില്ല. അങ്ങനെയാണ് അത് സംഭവിച്ചത്. അങ്ങനെ അവര് പെട്ടുപോയി. ഇപ്പൊ എന്താക്കിയത് കോടതിയിൽ? ഇപ്പൊ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, വിജിലൻസിൽ കൊടുത്തു. യാതൊരു അനക്കവും ഇല്ല. ഇനിയിപ്പോ കോടതി പോകാന്നുള്ള മാർഗം മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് ഈ ജൂൺ 6-ാം തീയതിയാണ് എനിക്ക് വിവരാശം മറുപടി കിട്ടുന്നത്. ഈ വർഷം തേണ്ടേ അത് എഴുതിയിട്ടുണ്ട്, ഡേറ്റഡ് 6/6-ല്. അതിനുശേഷം ഞാൻ അടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അവര് പറഞ്ഞ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ പണം പോകുന്നത് നിനക്കെന്നാണെന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെയല്ലല്ലോ ചട്ടം. 5000 രൂപയ്ക്ക് മുകളിൽ സർക്കാരിന് നഷ്ടമുണ്ടാക്കിയാൽ വിജിലൻസിനും പോലീസിനും ഒരേപോലെ കേസെടുക്കാം. പക്ഷെ എന്നോട് SHO എന്ന് പറഞ്ഞ ധനപാലൻ എന്ന് പറഞ്ഞ SHO ആയിരുന്നു അദ്ദേഹം. കാരണം ഇവർ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഉണ്ട്. അവര് വന്നു കഴിഞ്ഞപ്പോ അവരുടെ മുമ്പ് എന്നോട് ചോദിച്ചു, ഇവിടെ സർക്കാരിന്റെ കാശ് പോണേ തനിക്ക് എന്നാന്ന് ചോദിച്ചു. അങ്ങനെ പറയാൻ പറ്റൂല സർക്കാർ ഉദ്യോഗസ്ഥന്. അതെനിക്കറിയാൻ പാടില്ല. അങ്ങനെ തന്നെയാണ് ചട്ടം. കാരണം 2016 ഞാൻ ഇവിടെ ഒരു കേസിനകത്ത് ഞാൻ ഒരു പരാതി കൊടുത്തതിലും ഈ പറഞ്ഞ ചട്ടമാണ് ഞാൻ എടുത്തു കൊടുത്തേക്കണം. ഗവൺമെന്റ് ഉത്തരവുണ്ട്. 2016 സർക്കാരിനും വിജിലൻസിനും 5000 രൂപയ്ക്ക് മുകളിൽ നഷ്ടമുണ്ടാക്കിയാൽ. പക്ഷെ ഇത് അന്വേഷിക്കാൻ ആളില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് വിജിലൻസിന് കൊടുത്തു. പോലീസിന്റെ കാര്യത്തിൽ തീരുമാനമായല്ലോ. കാരണം അവർ അന്വേഷിക്കുകയല്ല, അവർ കേസ് മടക്കി. എനിക്ക് മെസ്സേജ് വന്നു, കേസ് ക്ലോസ് ചെയ്തു. വേറെ ഒന്നും അറിയത്തില്ല. അടുത്ത ഞാൻ വിജിലൻസിന് കൊടുത്തു കഴിഞ്ഞപ്പോഴും വിജിലൻസ് നേരെ കൃഷിവകുപ്പിന്റെ മേലുദ്യോഗസ്ഥന് കൃഷിവകുപ്പിലേക്ക് ഇത് ചെയ്തു. അവിടുന്ന് ഇദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറയണെന്ന് വെച്ചാൽ, അമ്മച്ചി പാവങ്ങളെ ശിക്ഷിക്കണോ? അപ്പൊ അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ എന്നും പറഞ്ഞ് അമ്മയുടെ എന്ന് പാവങ്ങളെ ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടി ഒപ്പ് പിടിച്ചുകൊണ്ട് പോയി. പാവങ്ങളെ ശിക്ഷിക്കാൻ സർക്കാരിന്റെ ഫണ്ട് അടിച്ചുകൊണ്ട് പോയ പാവം പണക്കാരനും ഉണ്ടോ? ഒപ്പിടിച്ചുകൊണ്ട് പോയി. ഒരു വെള്ള പേപ്പർ ഒപ്പിടിച്ചുകൊണ്ട് പോയി. വിജിലൻസ് കൃഷി വകുപ്പിനോട് അന്വേഷിക്കാൻ പറഞ്ഞു. കൃഷി വകുപ്പ് അന്വേഷിക്കാൻ പറഞ്ഞപ്പോ ഈ ഉദ്യോഗസ്ഥന്റെ മേലുദ്യോഗസ്ഥ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ കോഴായിലിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അവര് വന്നിട്ട് ചോദിച്ചു, അമ്മച്ചി പാവങ്ങളെ ശിക്ഷിക്കണോ? അപ്പൊ ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പുണ്ട്, കളവ് ചെയ്തെന്ന് അവർക്കും ഉറപ്പുണ്ട്. പക്ഷെ പാവങ്ങളെ ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടി ഒപ്പിടണം. അമ്മ ഒപ്പിട്ട് കൊടുത്തു വൈറ്റ് പേപ്പർ. ചേട്ടന്റെ അന്വേഷണം ഇതുവരെ വന്നിട്ടില്ല. ചേട്ടന്റെ വിജിലൻസിന് അന്വേഷിച്ചപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനും കൃഷി വകുപ്പിനും എൻക്വയറി നടക്കാൻ കൊടുത്തിരിക്കുക. അത് മിക്കപ്പോഴും മുങ്ങും. അത് അന്വേഷിച്ച് വരാൻ ഒരു കാര്യം ചെയ്യും. ഈ പരാതികളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങള് സെൻട്രൽ വിജിലൻസിൽ ഒരു പരാതി കൂടെ കൊടുക്കും. നമുക്ക് എന്ത് തീരുമാനം വരും നോക്കാം. ഇവിടെയല്ലേ കള്ളന്മാരിയ്ക്കണുള്ളൂ, അവിടെ ഇരിക്കണം അങ്ങനെയല്ലല്ലോ. ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നവരും ഉണ്ടല്ലോ. സർക്കാർ ഭൂമി അല്ലെങ്കിൽ സർക്കാരിന് 5000 രൂപയ്ക്ക് മുകളിൽ നഷ്ടമുണ്ട് എന്ന് പറഞ്ഞാൽ വിജിലൻസിലും പോലീസിലും കേസെടുക്കാമെന്നുള്ള ചട്ടങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഇപ്പോഴും സർക്കാരിന് കോടികളുടെ നഷ്ടം. അതിൽ ഇരയായ ഒരാളാണ് ഇദ്ദേഹം. ഇങ്ങനെയൊക്കെയാണ് പൊതുഖജനാവിലെ പണം ദുർവിനിയോഗം ചെയ്തു പോകുന്നതും ഉദ്യോഗസ്ഥരുടെ ആസ്തികൾ കൂടുന്നതും എല്ലാം. ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥരുടെ മേൽ കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്ന് അഴിമതി നടത്തില്ല, ഇനി അവർ അഴിമതി നടത്താൻ കൂട്ടുനിൽക്കില്ല, അഴിമതി നടത്തിയവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ചാൽ മേലിൽ ഒരാളും അഴിമതി നടത്തില്ല. അതിന് നട്ടലുള്ള മന്ത്രി ഉണ്ടാവണം, ഭരണസമിതി അംഗങ്ങൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.